കർത്താവിന് സ്തോത്രം. നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ രക്ഷയുടെ ദൈവശാസ്ത്രം ആണ് ഈ രാവിലെ സമയത്ത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ട്രിൻ ഓഫ് സാൽവേഷൻ. ഇതൊരു ഇവാഞ്ചലിക്കൽ റിഫോംഡ് പെർസ്പെക്റ്റീവിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അതായത് വേൾഡ് വൈഡ് ചർച്ചസ്, അതായത് നമ്മൾ കേട്ടിട്ടുള്ള പ്രീച്ചേഴ്സ്, ഉദാഹരണത്തിന് ഇപ്പോൾ അമേരിക്കയിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ, അതായത് ഈ ഒരു സോളിഡ് ഡോക്ടേഴ്സിന് വേണ്ടി ഫോളോ ചെയ്യുന്ന ജോൺ പൈപ്പർ അല്ലെങ്കിൽ പോൾ വാഷർ, ഇങ്ങനെയുള്ളവരുടെ അതായത് ഒരു മെയിൻ ലൈൻ ക്രിസ്ത്യാനിറ്റി. നമുക്കൊരു ഒത്തിരി ഡൈവേർഷൻസ് ഉണ്ട് പെന്റക്കോസ്റ്റൽ കരിസ്മാറ്റിക് മൂവ്മെന്റിൽ. കാരണം അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു സോളിഡ് തിയോളജിയുടെ ബാക്ക്ഗ്രൗണ്ടിലല്ല ചർച്ചുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഒരു പാസ്റ്റർക്ക് നല്ല ഒരു തിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ആ ചർച്ച് നന്നായി വരും. എന്നാൽ ഒരു പാസ്റ്റർക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല, ദൈവം വചനം അങ്ങനെ പ്രസംഗിക്കുന്ന ഒരാളല്ല, അറിയില്ല എങ്കിൽ എക്സ്പീരിയൻസിന്റെ ബേസിസിലാണ് ആ ഒരു പർട്ടിക്കുലർ ചർച്ചിന്റെ തിയോളജി ഉണ്ടായി വരുന്നത്. സോ ഇറ്റ്സ് എ വെരി വെരി ഫ്ലൂയിഡ് സിസ്റ്റം. എല്ലായിടത്തും ഒരേപോലെ ഒരു ഡോക്ട്രിനൽ ഫൗണ്ടേഷൻ എല്ലാ ചർച്ചുകളിലും ഒരുപോലെ ഉണ്ടാകാറില്ല. ഡിപ്പെൻഡ്സ് എ ലോട്ട് ഓൺ പാസ്റ്റേഴ്സ്. എന്നാൽ ട്രഡീഷണൽ കൺസർവേറ്റീവ് ഇവാഞ്ചലിക്കൽ ഡോക്ട്രിൻ അബൌട്ട് സാൽവേഷൻ, എന്താണ് വീണ്ടും ജനനം, എന്താണ് രക്ഷ എന്ന് നമുക്ക് എല്ലാവർക്കും ഒരു അവയർനെസ് ഉണ്ടാകാൻ വേണ്ടിയാണ് ഈ ഒരു രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോകുന്നത്. കാരണം നമ്മുടെ രക്ഷയെക്കുറിച്ചുള്ള ദൈവശാസ്ത്രം എന്താണ്, എങ്ങനെയാണ് ദൈവം നമ്മളെ രക്ഷിച്ചതെന്ന് അറിഞ്ഞിരിക്കേണ്ടത് നമുക്ക് എല്ലാവർക്കും വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഇതിനിടയിൽ ഈ രക്ഷാശാസ്ത്രത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന്, ദൈവം മനുഷ്യർക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന കൃപയെ കുറിച്ചാണ്, കോമൺ ഗ്രേസ് ആൻഡ് സ്പെഷ്യൽ ഗ്രേസ്. രണ്ടാമത് നമ്മൾ പ്രധാനമായിട്ട് ചിന്തിച്ചത് ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്, സ്പെഷ്യൽ ഗ്രേസിന്റെ ബിസ്റ്റോവൽ ഓഫ് സ്പെഷ്യൽ ഗ്രേസ്. അതെങ്ങനെയാണ് ദൈവം ചെയ്യുന്നത് എന്നുള്ളതാണ്. ടു ഹൂം, ആരാണ് മക്കൾ അപ്പം തിന്നുന്നവരും നുറുക്കുകൾ തിന്നുന്നവരും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ആരാണ് നിത്യമായ രക്ഷയിലേക്ക് ഉള്ള ആ ഒരു എലക്ഷൻ. അത് രണ്ട് വ്യൂ പോയിന്റ്സ് ഞാൻ നിങ്ങളോട് പറഞ്ഞു. മൂന്നാമത്തെ കാര്യം നമ്മൾ സംസാരിച്ചത് കോളിങ്ങിനെ കുറിച്ചാണ്. അതായത് അവൻ മുന്നറിഞ്ഞവരെ വിളിച്ചു എന്നുള്ള ആ ഒരു കാര്യം. നമുക്കറിയാം ഈ കോളിങ്ങില് എങ്ങനെയാണ് ദൈവം വിളിക്കുന്നത്. നമുക്ക് ഒരു ആഹാരം ഉണ്ടാക്കിയിട്ട് ഡിന്നർ കഴിക്കാൻ വരാൻ ഒരു അമ്മ പറയുന്ന പോലെ നമുക്കായി രക്ഷ ഒരുക്കി വെച്ചിട്ട് കർത്താവ് രക്ഷയിലേക്ക് ഉള്ള വിളി. പലർക്കും ലഭിക്കുന്ന രോഗസൗഖ്യത്തിലോട്ടുള്ള വിളിയും ധനസമ്പാദനത്തിലേക്കുള്ള വിളിയും ഒക്കെയാണ് ഇന്ന് ലഭിക്കുന്നത്. പക്ഷെ അതൊന്നും എഫക്റ്റീവ് കോളിംഗ് അല്ല. എഫക്റ്റീവ്ലി ഒരാൾ വിളിക്കപ്പെടണമെങ്കിൽ അവൻ കർത്താവിന്റെ സമൃദ്ധിയിലേക്ക് വിളിക്കപ്പെടണം, സ്വർഗീയ സമൃദ്ധിയിലേക്കും നിത്യതയിലേക്കും വിളിക്കപ്പെടണം. ആ ഒരു പ്രോമിസോട് കൂടിയുള്ള വിളി, അത് എഫക്റ്റീവായിട്ട് ആ വിളി സ്വീകരിക്കാൻ വേണ്ട എല്ലാ റിസോഴ്സസും നൽകിക്കൊണ്ടുള്ള വിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണത്തിന് ഒരു രാജഭരണത്തിലാണ് നമ്മൾ ഇരിക്കുന്നതെന്ന് വിചാരിച്ചു. ആ രാജാവിനെ കാണാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു ഇൻവിറ്റേഷൻ കിട്ടുകയാണ്. ഇൻവിറ്റേഷൻ കിട്ടുമ്പോൾ ആ ഇൻവിറ്റേഷനകത്ത് രാജാവിനെ കാണുമ്പോൾ ഇടേണ്ട ഡ്രസ്സ്, സംസാരിക്കേണ്ട വാക്കുകളുടെ പ്രിപ്പറേഷൻ, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ കുനിയണം, എങ്ങനെ വണങ്ങണം, ഇതൊരു പാക്കേജാണ് കോളിംഗ്. ആ കോളിംഗ് എന്ന് പറയുന്ന പ്രോട്ടോകോൾ എങ്ങനെ പാലിക്കണം, എവിടെ നിൽക്കണം, ഇങ്ങനെയുള്ള ഒരു പ്രോട്ടോകോൾ സഹിതം, അതായത് മുഴുവൻ ട്രെയിനിങ് സഹിതം വിളിക്കുന്ന പോലെ രക്ഷയ്ക്കായുള്ള വിളി എന്ന് പറയുന്നത് ഒരു പാക്കേജാണ്. ആ പാക്കേജിനകത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ തേജസ്സോടെ നിർത്തുവാൻ വേണ്ട എല്ലാ റിസോഴ്സസും തന്നുകൊണ്ടുള്ള ഒരു പാക്കേജാണ് ഈ എഫക്റ്റീവ് കോളിംഗ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വിളിക്കുന്ന ദൈവത്തിന്റെ നിത്യമായ സന്നിധിയിലേക്കാണ്. ആ നിത്യമായ സന്നിധിയിൽ നമ്മൾ പോയി നിൽക്കുമ്പോൾ നമ്മൾ നിഷ്കളങ്കരും അനിന്ദ്യരും ദൈവത്തിന്റെ പരമാർത്ഥമുള്ള നിഷ്കളങ്ക മക്കളും ആയിരിക്കേണ്ടതിന് നമുക്ക് വേണ്ട എല്ലാ ശുദ്ധീകരണവും, എല്ലാ നീതീകരണവും, എല്ലാ തേജസ്കരണവും എല്ലാം നൽകുന്ന ഒരു പാക്കേജാണ് ഈ കോളിംഗ് എന്ന് പറയുന്നത്. ഈ എഫക്റ്റീവ് കോളിംഗ് റിസീവ് ചെയ്തിട്ടുള്ള ആളുകളാണ് നമ്മൾ എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ സാധാരണഗതിയിൽ ഗോസ്പൽ കോൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ആ ഗോസ്പൽ കോളിനകത്ത് ഈ ഒരു കോളിംഗ് ലഭിക്കുന്നവർ കുറവാണ്. അത് നമുക്ക് എപ്പോഴും എല്ലായിടത്തും കാണാൻ സാധിക്കും. പീപ്പിൾ മേ ത്രോങ് ദ ചർച്ചസ്, ദേ മേ ഫിൽ ദ ചർച്ച് പ്യൂസ്. പക്ഷെ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോളിംഗ് ഉള്ളവർ, അതായത് effectively called with all the resources to stand before the Lord on the day of God's glory, ആ ഒരു കോളിംഗ് ആണ് എഫക്റ്റീവ് കോളിംഗ് എന്ന് പറയുന്നത്. അതിനകത്ത് എന്തൊക്കെയാണ് ആ എലമെന്റ്സ് ഉള്ളത്? അതിനകത്തുള്ള ഒരു പ്രധാന എലമെന്റ്സ് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും പാപികളാണ് എന്നുള്ളതും, നമ്മുടെ പാപങ്ങളെ കർത്താവ് കാൽവരി ക്രൂശിൽ പരിഹരിച്ചിട്ടുണ്ട് എന്നുള്ളതും,
അതിന്റെ ഗുണം അനുഭവിക്കാൻ നിങ്ങൾ വിശ്വാസത്താൽ സമീപിച്ചാൽ സാധിക്കും എന്നുള്ളതുമാണ് എഫക്റ്റീവ് കോളിങ്ങിന്റെ പ്രധാനപ്പെട്ട എലമെന്റ്സ്. അങ്ങനെ വരുന്നവർക്ക് നിത്യമായ ജീവന്റെ വാഗ്ദത്വം നൽകുന്നതാണ് എഫക്റ്റീവ് കോളിംഗ് എന്ന് പറയുന്നത്. ഇന്ന് ഒരു 10-20 വർഷമായിട്ടെങ്കിലും ആ ഒരു എഫക്റ്റീവ് കോളിംഗിന് ഉചിതമാമണ്ണമുള്ള ഇവാഞ്ചലിസ്റ്റിക് വർക്ക് നടക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ചുറ്റും കാണുന്ന കാഴ്ച. കാരണം nowadays people are more attracted to a peripheral, superficial, we can't call it a gospel or a gospel preaching. ഒരു അട്രാക്ഷൻ തന്ന് നമ്മളെ വിളിക്കുന്ന അല്ലെങ്കിൽ ആളുകളുടെ വ്യക്തിത്വങ്ങളിലേക്ക് വിളിക്കപ്പെടുന്നതാണ് ഇന്ന് കൂടുതലും കാണുന്നത്. ഒത്തിരി വ്യക്തികൾ ദൈവങ്ങളായി മാറുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ഹ്യൂമാനിറ്റിയുടെ ആ രീതിയിലുള്ള ദൈവത്തിനെതിരെയുള്ള റിബല്യൻ എന്ന് പറയുന്നത് എതിർ ക്രിസ്തുവിന്റെ ഒരു മുന്നോടിയാണ്, ഒരു മുൻകുറിയാണ് എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അതായത് ഒത്തിരി വെനറേറ്റ് ചെയ്യപ്പെടുന്ന, ഒത്തിരി റെവറൻസോടുകൂടി നമ്മൾ നോക്കുന്ന, അവരുടെ മുഖത്ത് നോക്കാൻ പോലും ഭയപ്പെടുന്ന രീതിയിലുള്ള ദൈവ ഏജന്റുകൾ. ആ ഏജന്റുകൾ എതിർ ക്രിസ്തുവിന്റെ ഒരു മുന്നോടിയാണ്. യേശുക്രിസ്തു നടക്കുന്നത് പോലെ നടക്കാത്ത, ക്രിസ്തുവിന്റെ സ്വഭാവമില്ലാത്തവർ. അപ്പോൾ ഈ ഒരു അവസരത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്നും കർത്താവ് എങ്ങനെയാണ് നമുക്ക് ആ രക്ഷ ഒരുക്കി തന്നതെന്നും മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഈ എഫക്റ്റീവ് കോളിംഗ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് പ്രധാനമായും മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന് യേശുക്രിസ്തുവിന്റെ നേച്ചറിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ രക്ഷകൻ ആരാണ്, അവൻ എന്ത് ചെയ്തു എന്നുള്ളത്. അത് നമ്മുടെ സാൽവേഷന്റെ ഭാഗമാണ്. ബട്ട് ഇറ്റ്സ് ആക്ച്വലി ദി ഡോക്ട്രിൻ ഓഫ് ക്രൈസ്റ്റ്. ഡോക്ട്രിൻ ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ഡോക്ട്രിൻ ഓഫ് സാൽവേഷൻ പലപ്പോഴും പരസ്പരം കൂടിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കാരണം രക്ഷ എന്ന് പറയുന്നത് യേശുക്രിസ്തു എന്ന വ്യക്തി തന്നെയാണ്. ഹി ഈസ് അവർ സാങ്ക്ടിഫിക്കേഷൻ, ഹിസ് ഒബീഡിയൻസ് ഈസ് അവർ ഒബീഡിയൻസ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഡോക്ട്രിൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രധാനമായും ക്രിസ്തുവിന്റെ നേച്ചർ എന്താണ് എന്ന് മനസ്സിലാക്കിയിരിക്കണം. കാരണം ഏറ്റവും കൂടുതൽ ഹെറസീസ് ലോകത്തുണ്ടായിട്ടുള്ളത് ഡൈവേർജന്റ് വ്യൂ പോയിന്റ്സ് അബൌട്ട് ക്രൈസ്റ്റ്. അവിടെയാണ് ഹെറസി വന്നു കയറുന്ന രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ രക്ഷയിൽ പ്രവർത്തിക്കുന്ന ദൈവിക പദ്ധതിയിൽ നമ്മൾ രക്ഷയുടെ ഗ്രൗണ്ടായിട്ട് കാണുന്നത്. ഒന്ന് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഉപദേശവും മറ്റൊന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഉപദേശവുമാണ്. നമ്മുടെ രക്ഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് എലമെന്റ്സ് ആണ് ഈ ഉപദേശങ്ങൾ. ഹൂ ഈസ് ക്രൈസ്റ്റ് ആൻഡ് ഹൂ ഈസ് ദ ഹോളി സ്പിരിറ്റ് എന്നുള്ളത്. നമുക്ക് പ്രധാനമായിട്ടും കാണേണ്ട ഒരു കാര്യം യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വവും ദൈവത്വവും എങ്ങനെയാണ് സമ്മേളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. യേശുക്രിസ്തു ഒരേ സമയത്ത് മനുഷ്യനും ദൈവവുമായിരിക്കുന്നത് എങ്ങനെ? എന്താണ് വാട്ട്സ് ഹിസ് എസെൻഷ്യൽ നേച്ചർ? എന്ത് മാറ്റങ്ങളാണ് ഒരു മനുഷ്യനായി വന്നപ്പോൾ കർത്താവിന് സംഭവിച്ചത്? ദൈവത്തിന് അങ്ങനെ മാറാൻ പറ്റുമോ? ഈസ് ഗോഡ് ഇമ്മ്യൂട്ടബിൾ ഓർ ചേഞ്ചബിൾ? വാട്ട് എക്സാക്ട്ലി ഹാപ്പൻഡ് അറ്റ് ദ ടൈം ഓഫ് ഇൻകാർണേഷൻ ആൻഡ് അറ്റ് ദ ടൈം ഓഫ് ഹിസ് ഡെത്ത്? ഇതാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും കാണുന്നത്. കർത്താവിന്റെ ഹ്യൂമാനിറ്റിയെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും പറയേണ്ടത് അവന്റെ ബർത്തിനെ കുറിച്ചാണ്. ഹൗ വാസ് ഹി ബോൺ? ഹൗ വാസ് ജീസസ് ബോൺ? നമുക്കറിയാം മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 18-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, യോസേഫും മരിയയും കൂടി ചേർന്ന് വന്നപ്പോൾ മറിയം ഓൾറെഡി പ്രഗ്നന്റ് ആണ്, ഗർഭിണിയാണെന്ന് അവർ കണ്ടെത്തി. അപ്പോൾ ദൈവത്തിന്റെ ദൂതൻ വന്ന് യോസേഫിനോട് പറഞ്ഞു, നീ ഭയപ്പെടരുത്, മറിയെ നിന്റെ ഭാര്യയെ ചേർത്ത് കൊള്ളുവാൻ നീ ശങ്കിക്കേണ്ട, കാരണം അവളിൽ ഉത്പാദിതമായത് പരിശുദ്ധാത്മാവിലാണ് എന്ന് യോസേഫിന് ഒരു അഷുറൻസ് കിട്ടുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ദൈവത്തിന്റെ ദൂതൻ എന്താണോ പറഞ്ഞത് അതുപോലെ യോസേഫ് മറിയയെ ചേർത്തുകൊണ്ടു. അവിടെ പറഞ്ഞിരിക്കുന്ന യോസേഫിന്റെ നീതിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് കല്യാണം കഴിക്കാൻ വേണ്ടിയുള്ള മുമ്പുള്ള ആ എൻഗേജ്മെന്റ് പീരീഡിൽ ഇവര് കണ്ടുമുട്ടിയപ്പോൾ ഹി അണ്ടർസ്റ്റുഡ് ദാറ്റ് ഷി വാസ് പ്രഗ്നന്റ്. അപ്പോൾ നാച്ചുറലി ആസ് എ റൈച്ചസ് മാൻ ഹി കനോട്ട് മാരി ഹെർ. കല്യാണം കഴിക്കാൻ പറ്റത്തില്ല, കാരണം അത് ഇറ്റ്സ് നോട്ട് പെർമിറ്റഡ് ഫോർ ഹിം. അപ്പൊ അദ്ദേഹം എന്താ ചെയ്യുന്നത്? എന്നാൽ പരസ്യമായിട്ട് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പേരുദോഷം ഉണ്ടാവും. അതുകൊണ്ട് രഹസ്യമായി ഉപേക്ഷിച്ചേക്കാം എന്ന് വിചാരിച്ചു. കാരണം ഇദ്ദേഹം തെറ്റ് ചെയ്യുന്നുമില്ല, എന്നാൽ മറിയമിനൊരു ദുഷ്പേരുണ്ടാകുന്നുമില്ല. കാരണം ഉപേക്ഷിച്ച കാര്യം ആരും അറിയില്ല. ദാറ്റ് മീൻസ് ഹി വാസ് ഈവൻ ദെൻ വില്ലിങ് ടു ടേക്ക് അപ്പ് ദ ഫാദർഹുഡ്. അതൊരു പക്ഷേ പരസ്യമായിട്ട് എൻ്റെ മകനാന്ന് പറയുകയും രഹസ്യമായിട്ട് ദൈവത്തിന് മുമ്പിലുള്ള നീതി നിവർത്തിക്കാൻ വേണ്ടി ബന്ധമില്ലാതിരിക്കുകയും ചെയ്യാന്നുള്ളതായിരുന്നു യോസേഫ് കണ്ടെത്തിയ പരിഹാരം. അത് ഭയങ്കര അസാമാന്യമായ ഒരു നീതിബോധമായിട്ട് ഞാൻ ചിന്തിക്കുകയാണ്. അതായത് ഹി വാസ് നോട്ട് അഫ്രൈഡ് ഓഫ് ദ ഷെയിം ഓഫ് ഇറ്റ്, ഓർ ഹി വാസ് നോട്ട് അഷെയിംഡ് ടു കൺഫസ് വാട്ട് ഹി തോട്ട് ടു ബി എ ഫാദർലെസ് ചൈൽഡ് അറ്റ് ദാറ്റ് ടൈം. അപ്പോൾ അത് സാരമില്ല, എന്നാലും മറിയമിനൊരു ദുഷ്പേരുണ്ടാകരുത്, അതുകൊണ്ട് ഉപേക്ഷണം രഹസ്യമായിക്കോട്ടെ എന്ന് യോസേഫ് വിചാരിച്ചു. ഉപേക്ഷിച്ചു എന്നുള്ള കാര്യം മറിയം യോസേഫ് മാത്രം അറിയുക എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം.
എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹത്തിന് പെട്ടെന്നൊരു സൊല്യൂഷൻ ഉണ്ടായത്. അപ്പോൾ ദൈവദൂതൻ പറയുകയാണ്, നീ അവളെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ട. അപ്പൊ അതിനർത്ഥം എന്താണ്? ശരിക്കും യു ക്യാൻ ഹാവ് എ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ്. അതിനകത്ത് നിങ്ങൾക്ക് തടസ്സമില്ല. നീ അവനെ ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. ഷീസ് യുവർ വൈഫ്. അത് തന്നെയാണ് ദൈവദൂതൻ പറയുന്നത്. അല്ലാതെ നമ്മൾ കത്തോലിക്കർ പറയുന്ന പോലെ ഒരു ഒറ്റ there was no physical relationship between ജോസഫ് ആൻഡ് മേരി എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഷീ കൺസീവ്ഡ് അഗെയിൻ ആൻഡ് ഗേവ് ബർത്ത് അഗെയിൻ നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് സ്ത്രീയുടെ സന്തതിയായി ജനിച്ചു എന്നുള്ളതിനാൽ ഹി വാസ് ബോൺ ഓഫ് എ വെർജിൻ. അതുകൊണ്ട് കർത്താവിന്റെ ഹ്യൂമാനിറ്റിയെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 1:35 വാക്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. ദൈവദൂതൻ പറയുന്നു, ദ ഹോളി സ്പിരിറ്റ് വിൽ കം ഓൺ യു. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. നീ സന്തതിയെ, നിനക്ക് ഉണ്ടാകുന്ന സന്തതി വിശുദ്ധ പ്രജ, ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുമെന്ന് ദൈവദൂതൻ മറിയമിനോട് അരുളി ചെയ്യുന്നു. ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും കാണേണ്ടത് യേശുക്രിസ്തുവിന്റെ ഈ കന്യകാ ജനനം, ബോൺ ഓഫ് എ വിർജിൻ എന്നുള്ളത് എങ്ങനെയാണ് പ്രധാനമായിരിക്കുന്നത് എന്നുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം 3:15 നമ്മൾ പറയുന്നത് ദ സീഡ് ഓഫ് ദ വുമൺ എന്നാണ്. ഈ സീഡ് ഓഫ് ദ വുമൺ എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും സീഡ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഫീമെയിൽ ഗാമീറ്റിൽ നിന്ന് വന്നു എന്നുള്ള അർത്ഥത്തിലല്ല. ഇറ്റ്സ് എ പ്രൊഫറ്റിക് വേർഡ്. ഒരു ഫീമെയിൽ ഗാമീറ്റിൽ നിന്ന് വന്നുള്ള അർത്ഥത്തിലല്ല സീഡ് എന്നുള്ള പ്രയോഗിച്ചിരിക്കുന്നത്. അത് മറിയമിൽ നിന്ന് വന്നു എന്നുള്ളത്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. സ്ത്രീയുടെ സന്തതി, ദാറ്റ് മീൻസ് ഓഫ് സ്പ്രിങ് ഓഫ് ദ വുമൺ. അത്രയേ ഉള്ളൂ. ആ പഴയ ഇംഗ്ലീഷിലാണ് ഈ സീഡ് എന്ന് വരുന്നത്. സോ ഓഫ് സ്പ്രിങ് ഓഫ് എ വുമൺ. അപ്പൊ പല ആൾക്കാരും തെറ്റിദ്ധരിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഈ പരിശുദ്ധാത്മാവ് വന്ന് ഹ്യൂമൻ ഗാമീറ്റ്, ഫീമെയിൽ ഗാമീറ്റിന്മേൽ പരിവർത്തിച്ചാണ് കർത്താവ് ഉണ്ടായത്. നോട്ട് അറ്റ് ഓൾ. വേദപുസ്തകം പറയുന്ന വചനം ജഡമായി തീർന്നു എന്നാണ്. വചനം ജഡമായി തീർന്നു ബൈ എ ഡിവൈൻ ആക്ഷൻ. There the explanation stops. We are not supposed to speculate anything more. അവിടെ തീർന്നു ആ എക്സ്പ്ലനേഷൻ. വചനം ജഡമായി തീർന്നു, അത്രയേ ഉള്ളൂ. ദൈവത്തിന്റെ വചനം ജഡരൂപമെടുത്ത് മനുഷ്യനായി ഒരു മനുഷ്യ അമ്മയ്ക്ക് പിറന്നു. He was born of a human being, as a human being. അപ്പോൾ ഇവിടെ പറയുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാര്യം, യേശുക്രിസ്തുവിന്റെ ജനനം പോലും എഫേർട്ട്ലെസ് ആയിരുന്നു. ഇൻ ദാറ്റ് സെൻസ്, ദാറ്റ് മീൻസ് ഗോഡ് ഹിംസെൽഫ് ഗേവ് ഹിസ് സൺ ടു ബി ബോൺ ഇൻ എ വുമൺസ് വൂംബ്. അതെന്താ നമുക്ക് മനസ്സിലാക്കി തരുന്നത്? ദൈവത്തിന്റെ ശക്തി നിഴലിടുന്നത് കൊണ്ടാണ് അത് സംഭവിച്ചത് എന്നാണ്. അപ്പൊ അതിനർത്ഥം നമ്മുടെ രക്ഷ എന്ന് പറയുന്നത് ഒരു ദൈവത്തിന്റെ ഒരു സൂപ്പർ നാച്ചുറൽ വർക്കാണ്. അതിൽ മനുഷ്യൻ ഒന്നും ചെയ്തിട്ടില്ല. വചനം ജഡമായി തീർന്നതിനകത്ത് ഹ്യൂമൻ പങ്ക് എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. ജീസസ് ഡിഡ് നോട്ട് കം ഫ്രം ദ എർത്ത്. കർത്താവ് എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ മണ്ണിൽ നിന്നുള്ളവനല്ല, ഞാൻ ഭൂമിയിൽ നിന്നുള്ളവനല്ല, ഉയരത്തിൽ നിന്ന് വന്ന ജീവനുള്ള അപ്പം എന്ന് കർത്താവ് എടുത്തു പറയുമ്പോൾ, ഞാൻ ഉയരത്തിൽ നിന്നുള്ളവനെന്ന് കർത്താവ് വീണ്ടും വീണ്ടും കൺഫസ് ചെയ്യുന്നത്, he was born of a woman, but he did not come from a woman as such. He was incarnate, God incarnate. അപ്പം ഉയരത്തിൽ നിന്ന് വന്നു എന്നുള്ളത് കർത്താവ് എപ്പോഴും ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഗലാത്യ ലേഖനം 4:5 വാക്യങ്ങളിൽ പറയുന്നത്, ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി നിയമത്തിനടിയിൽ അണ്ടറിൽ ജനിച്ചവനായി അയച്ചു. എന്തിനു വേണ്ടി? നിയമത്തിന് കീഴിലായിരുന്നവരെ രക്ഷിക്കാൻ വേണ്ടി. നിയമത്തിന് കീഴിലായിരുന്നവരെ രക്ഷിക്കാൻ വേണ്ടി. എന്തുകൊണ്ട്? നമ്മളെ ദൈവപുത്രന്മാരെന്നുള്ള ദത്തു പുത്രത്വം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി കർത്താവ് നമുക്കായി നൽകപ്പെട്ടു എന്ന് ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങളിൽ പറയുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ വെർജിൻ ബർത്ത് നടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് യേശുക്രിസ്തുവിന്റെ ഫുൾ ദൈവത്വവും മനുഷ്യത്വവും സമ്മേളിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തോടുള്ള ഇക്വാലിറ്റിയിൽ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കാതെ എന്നാണ്. ഇപ്പൊ ദൈവത്തിനോടുള്ള ഇക്വാലിറ്റി പിടിച്ചു വെക്കണമെന്ന് വിചാരിക്കാതെ അവൻ ഒരു താഴ്ന്ന രൂപം എടുത്തു എന്നാണ്. അത് എപ്പോഴാണ് ചെയ്തത്? ദൈവരൂപത്തിൽ ഇരിക്കെ തന്നെയാണ്. while he was still in the form of God. അതൊരു പ്രധാനപ്പെട്ട ഒരു കണ്ടീഷനാണ്, ഒരു ക്ലോസ് ആണ്. സ്റ്റിൽ ബീയിങ് ഇൻ ദ ഫോം ഓഫ് ഗോഡ്, ദൈവരൂപത്തിൽ ഇരിക്കെ തന്നെയാണ് അവന് സമത്വം വേണ്ട എന്ന് വിട്ട് കളഞ്ഞത്. ആ സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ, ദാറ്റ് മീൻസ് ആ ഒരു അഡുലേഷൻ,
ഹെവൻലി ഗ്ലോറിയസ് ഏഞ്ചലിക് അഡുലേഷൻ, ആ എക്സൾട്ടേഷൻ ഓഫ് വർഷിപ്പ്, അതൊന്നും വേണ്ട എന്ന് വെച്ചിട്ട് ഈ താഴ്ന്ന ലോകത്തിലേക്ക് ഒരു മനുഷ്യനായി ജനിക്കുവാൻ കർത്താവ് തീരുമാനിച്ചു എന്ന് പറയുന്നത്, അവൻ താഴ്ന്ന ഒരു തലത്തിലേക്ക് ഇറങ്ങി ദൈവരൂപത്തിലിരിക്കെ തന്നെ. അപ്പൊ ദൈവത്വം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ദൈവത്വം എന്നുള്ളതല്ല, ദൈവം എന്ന ഡെഫിനിഷൻ തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, ദൈവത്വം ഒരിക്കലും മാറുന്നില്ല എന്നുള്ളതാണ്. ഇറ്റ് കനോട്ട് ഫോർ സം ടൈം ബി സസ്പെൻഡ്. കുറച്ച് നാളത്തേക്ക് ദൈവമല്ല എന്ന് പറയാൻ പറ്റില്ല. ഗോഡ് ഈസ് എറ്റേണൽ ആൻഡ് ഗോഡ്സ് നേച്ചർ കനോട്ട് ചേഞ്ച്. അതുകൊണ്ട് തന്നെ ദൈവം എപ്പോഴും ദൈവമാണ്. അപ്പോ ഈ ദൈവത്വം, യേശുക്രിസ്തുവിന്റെ ദൈവത്വം എന്ന് പറയുന്നത് ഇറ്റ്സ് എ പെർമനന്റ് തിങ്. നെവർ ഫോർ എ സെക്കൻഡ് ഗോഡ് ക്യാൻ സീസ് ടു ബി ഗോഡ്. കാരണം ദൈവത്തിന് ഒരിക്കലും ദൈവമല്ലാതിരിക്കാൻ സാധിക്കില്ല. അതങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം ഇറ്റ്സ് ആൻ അബ്സല്യൂട്ട് പെർഫെക്ഷൻ. ഗോഡ് ഈസ് ആൻ അബ്സല്യൂട്ട് പെർഫെക്ഷൻ. സോ ഹി കനോട്ട് ബിക്കം സംതിങ് ലെസ് പെർഫെക്റ്റ്. അപ്പോൾ ദൈവം എപ്പോഴും ദൈവം തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭൂമിയെ പ്രതിനിധീകരിക്കാനും സ്വർഗത്തെ പ്രതിനിധീകരിക്കാനും പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ കർത്താവിന് കഴിയുന്നു എന്നുള്ളതാണ്. അവൻ പൂർണ്ണ മനുഷ്യനായതുകൊണ്ട് നമുക്ക് നമ്മുടെ ഒരു പകരക്കാരനായി, നമ്മുടെ ഒരു രക്ഷകനായി നമുക്ക് പകരം അർപ്പിക്കപ്പെട്ടു. പൂർണ്ണ ദൈവമായതുകൊണ്ട് അവന് നമ്മെ രക്ഷിക്കാൻ കഴിഞ്ഞു. ഈ സാൽവേഷന്റെ രണ്ട് ഭാഗങ്ങളാണ്. ഒന്ന്, ക്രൈസ്റ്റ് ബിക്കമിങ് മൈ സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഹി ബിക്കമിങ് മൈ സേവിയർ. ഇതവന്റെ മനുഷ്യത്വവും ദൈവത്വവും ഒരേ സമയത്ത് സമ്മേളിക്കുന്നത് കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. അതായത് ഇൻ ഹിസ് ഹ്യൂമാനിറ്റി ഹീസ് മൈ സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഇൻ ഹിസ് ഡിവിനിറ്റി ഹീസ് മൈ സേവിയർ. അപ്പോൾ ഇത് ഒരേ സമയത്താണ് സംഭവിക്കുന്നത്. അവനെന്നെ രക്ഷിക്കുന്ന സമയത്ത് തന്നെ അവന്റെ പകരക്കാരനാണ്. അപ്പോൾ ദാറ്റ് മീൻസ് ഈസ് ഹ്യൂമൻ, പെർഫെക്റ്റ്ലി ഹ്യൂമൻ, അറ്റ് ദ സെയിം ടൈം പെർഫെക്റ്റ്ലി ഗോഡ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് ഹ്യൂമൻ ബീയിങ് ആണെന്നുള്ള കാര്യത്തിലായിരുന്നു ആദ്യ സംശയം. ആദ്യത്തെ ഹെറസി അതാണ്. നമ്മൾ സാധാരണ വിചാരിക്കുന്നത് ദൈവമാണോ എന്നുള്ളിടത്താണ് ആദ്യത്തെ ഹെറസി അല്ല, മനുഷ്യനാണെന്നുള്ളതാണ് ആൾക്കാർക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. അതുകൊണ്ടാണ് ആദ്യത്തെ ഹെറസി എന്ന് പറയുന്നത് ക്രിസ്റ്റോളജിക്കൽ ഹെറസി. അതായത് ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന ആദ്യത്തെ ഹെറസി ഡോസറ്റിസമാണ്. അതായത് ദൈവം തന്നെയാണ് ഭൂമിയിൽ ജീവിച്ചത്, പക്ഷെ മനുഷ്യനായിട്ട് നമ്മുടെ കാഴ്ചയിൽ അങ്ങനെ കണ്ടതേ ഉള്ളൂ. ഹി വാസ് നെവർ ട്രൂലി മാൻ എന്നുള്ളതായിരുന്നു ഡോസറ്റിസം. ഹി അപ്പിയർഡ് ടു ബി എ മാൻ എന്നുള്ളതാണ്. ആൻഡ് ഹി വാസ് റിയലി ഗോഡ് എന്നാണ് ആദ്യത്തെ ഒരു എന്താ പറയുന്നത് ക്രിസ്റ്റോളജിക്കൽ ഹെറസി. അത് ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന ഹെറസി. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, യേശു ക്രിസ്തു എന്തുകൊണ്ട് ഒരു സ്ത്രീയുടെ സന്തതിയായി ജനിച്ചു? ഒരു കോമൺ ഒരു ആക്ടിവിറ്റി, സെക്ഷൽ ആക്ടിവിറ്റി ഇല്ലാതെ ഒരു ഡിവൈൻ ആക്ഷനിലൂടെ വെർജിൻ ബർത്തിൽ അവൻ എന്തുകൊണ്ട് ജനിച്ചു എന്ന് വെച്ചാൽ അതിനകത്ത് വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒറിജിനൽ സിൻ എന്ന് പറയുന്ന കാര്യമാണ്. ഭൂമിയിൽ നിന്ന് വരുന്ന എല്ലാവരും ആധുനിക പാപത്തിന്റെ അടിമകളായിരുന്നു. അപ്പൊ അടിമകളെ രക്ഷിക്കാൻ ഭൂമിയിൽ നിന്നായിരുന്നില്ല ഒരാൾ വരേണ്ടത്. ഈ ആദമിനാൽ അൺടച്ച്ഡ് ആയിട്ടുള്ള ഒരു രണ്ടാമത്തെ ആദം, ഒടുക്കത്തെ ആദം വരേണ്ടത് ആവശ്യമായിരുന്നു. അതുകൊണ്ട് ഉയരത്തിൽ നിന്ന് കർത്താവ് വരിക എന്നുള്ളത് നിർബന്ധമായിരുന്നു. കാരണം താഴെ നിന്നുള്ള ആദം, ഉയരത്തിൽ നിന്നുള്ള ആദം, ഈ രണ്ട് കോൺട്രാസ്റ്റുകൾ, ഈ താഴെ നിന്നുള്ള ആദം വീഴ്ച പറ്റിയവനും മരണത്തിന് അധീനനുമാണ്. അപ്പൊ മരണത്തിന് അധീനമായ ഒരു വ്യവസ്ഥയിൽ നിന്നല്ല കർത്താവ് വരുന്നത്, ഉയരത്തിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ദൈവം ഈ ലൂക്കോസിന്റെ സുവിശേഷം 1:35 നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്, അവിടെ ശരിക്കും പരിശുദ്ധാത്മാവ് വന്ന് മറിയമ്മിൽ നിഴലിടുമ്പോൾ അതെന്തിനു വേണ്ടിയാണ് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്. ആൻഡ് there the Holy Spirit will come upon you and the power of the Most High will overshadow you. Therefore the child to be born will be called holy, the Son of God. ഇപ്പൊ മനുഷ്യരിൽ ജനിച്ചിരുന്നെങ്കിൽ ഹോളി ആവുകയില്ലായിരുന്നു. അപ്പോൾ ദൈവത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് ജനിച്ചുകൊണ്ട് ദൈവത്തിന്റെ പുത്രനായതുകൊണ്ട് മനുഷ്യരുടെ ഗാമീറ്റുകൾ അതിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് ജീസസ് വാസ് പെർഫെക്റ്റ്ലി ഹോളി ആൻഡ് സൺ ഓഫ് ഗോഡ്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഒരു കൺസെപ്ഷനെ കുറിച്ച് നമ്മൾ ബൈബിളിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലൂക്കോസിന്റെ 1:35 നമ്മളെ യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വത്തിലേക്കും ദൈവത്വത്തിലേക്കും അതുപോലെ തന്നെ അവന്റെ പെർഫെക്റ്റ് മൊറാലിറ്റിയിലേക്കും, മോറൽ പ്യൂരിറ്റി, അതായത്
പാപമില്ലാത്ത അവസ്ഥയിലേക്കും വിരൽ ചൂണ്ടുന്നത്. കാരണം ഭൂമിയിൽ നിന്നുള്ളവനല്ല, അൺടച്ച്ഡ് ബൈ സിൻ ആണ്. അതുകൊണ്ട് അവൻ പെർഫെക്റ്റ്ലി ഹോളിയാണ് എന്ന് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നു. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വരും. ആ മിറാക്കിളിലൂടെ ആ കുഞ്ഞുണ്ടാവും. ആ മിറാക്കുലസ് ചൈൽഡ് വിൽ ബി ഹോളി ആൻഡ് ഹി വിൽ ബി ദ സൺ ഓഫ്. അപ്പൊ നമ്മളെ രക്ഷിച്ചത് ദൈവമാണ്, പൂർണ്ണമായിട്ടും ദൈവമാണ്. ദൈവത്തിനല്ലാതെ ആർക്കും നമ്മളെ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നില്ല. ഇഫ് ക്രൈസ്റ്റ് വാസ് എനിത്തിങ് ലെസ് ദാൻ ഗോഡ്, ഹി വുഡന്റ് ബി ഏബിൾ ടു സേവ് മീ. അവൻ ദൈവമായതുകൊണ്ടാണ് എന്നെ രക്ഷിച്ചത്. മിസ്രൈമിൽ നിന്ന് അടിമകളെ രക്ഷിക്കാൻ ദൈവത്തിന് നേരെ ഇറങ്ങി വരേണ്ടി വന്നുവെങ്കിൽ ഇത്രയും വലിയ അടിമത്തമായ പാപ സ്വഭാവത്തിൽ നിന്നെ രക്ഷിക്കാൻ ദൈവം ഇറങ്ങി വരാതെ പറ്റില്ല. only the Lord could save us, and that's why the Israel always addresses God as their savior. ഇസ്രായേൽ ഒരിക്കലും സമ്മതിക്കരുത് സൃഷ്ടിയാണ് അവരെ രക്ഷിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവരെപ്പോഴും പറയുന്നത് യഹോവയാണ് ഞങ്ങളുടെ സംരക്ഷകൻ, രക്ഷകൻ, വീണ്ടെടുപ്പുകാരൻ. അപ്പോൾ നമുക്ക് പുതിയ നിയമത്തിൽ ഈ പാപത്തിൽ നമ്മളെ രക്ഷിച്ച് നിത്യജീവൻ തന്ന അത്ര മഹത്വമായ രക്ഷ നമുക്ക് തരാൻ ദൈവത്തിനല്ലാതെ ആർക്കാണ് സാധിക്കുക. സോ ദാറ്റ്സ് വൈ വി എംഫസൈസ് ദാറ്റ് ക്രൈസ്റ്റ് വാസ് പെർഫെക്റ്റ്ലി ഹോളി ആൻഡ് പെർഫെക്റ്റ്ലി ഡിവൈൻ. അപ്പോൾ ഈ ഒരു ജനനം, കർത്താവിന്റെ ജനനം, വിർജിൻ ബർത്ത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഡോക്ടറിനാണ്. ഈ കർത്താവ് കന്യകയിൽ നിന്ന് ജനിച്ചു എന്നുള്ളതും ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ ഉരുവായി എന്നുള്ളതും, മനുഷ്യരുടെ ഒരു പങ്കാളിത്തമോ ശരീരമോ സ്വീകരിക്കാതെ ഉരുവായി, ആദമിക ശരീരം സ്വീകരിക്കാതെ ഉരുവായി എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈ ആദമിക ശരീരം സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതിന്റെ വേറൊരു എവിഡൻസ് നമ്മൾ കാണുന്നത്, അതിൽ നിന്നാണ് ഡോസറ്റിസിസം എന്ന് പറഞ്ഞ ദുരുപദേശം ആളുകൾ വ്യാഖ്യാനിച്ച് മറിച്ചെടുത്തുകൊണ്ട് പോയത്. നമുക്ക് ആ വാക്യം ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യമാണ്. അവിടെ പറഞ്ഞ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സദൃശ്യം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഫിലിപ്പിയ ലേഖനം ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം. Let this mind be in you, which was also in Christ Jesus, who being in the form of God, did not think it robbery to be equal with God, but made himself of no reputation and took the form of a servant. He took the form of a servant എന്ന് പറയുന്നിടത്താണ്. എന്നാൽ അടുത്ത വാക്യം നോക്കിയേ. And being found in appearance as a man. അതാണ് ഈ ഡോസറ്റിസിസം എന്ന് പറയുന്ന ഹെറസിയുടെ അടിസ്ഥാനം. അതായത് അവൻ ദൈവം തന്നെ ആയിരുന്നു, മനുഷ്യൻ എന്നുള്ളൊരു ഫോം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കാഴ്ചയിൽ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അങ്ങനെ കാണപ്പെട്ടു മനുഷ്യനായിട്ട്. പക്ഷെ ഹി വാസ് ട്രൂലി ഗോഡ് എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ ശരിക്കും ആ ഒരു അർത്ഥത്തിൽ അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ല. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ മാനുഷിക ശരീരത്തിന്റെ ലിമിറ്റേഷൻസ് നമുക്ക് പല സ്ഥലത്തും സുവിശേഷത്തിൽ കാണാൻ സാധിക്കും. മനുഷ്യനായി കാണപ്പെട്ടത് എന്തുകൊണ്ടാണ്? മനുഷ്യനായതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, അവൻ ദൈവമായിരിക്കെ തന്നെ മനുഷ്യനായതുകൊണ്ടാണ് മനുഷ്യനായി കാണപ്പെട്ടത്. ഒരു മനുഷ്യ ശരീരത്തിൽ ഉണ്ടായിരിക്കേണ്ട ലിമിറ്റേഷൻസ് കർത്താവ് സ്വയമേ സ്വീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും മറന്നു പോരുത്. പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, പക്ഷെ ഇതൊക്കെ വെച്ചാണ് വലിയ വലിയ ദുരുപദേശങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ കർത്താവിന്റെ ഓരോരോ വാക്യങ്ങളും, നമ്മൾ ഈ കേൾക്കുന്ന ഓരോരോ വാക്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ യേശു ക്രിസ്തുവിന് ശാരീരികമായ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ്? ഒരു മനുഷ്യ ശരീരമായിരുന്നു കർത്താവിനുണ്ടായിരുന്നു. മരിക്കാൻ പറ്റുന്ന ഒരു ശരീരമായിരുന്നു, ദാഹിക്കാൻ പറ്റുന്ന ഒരു ശരീരമായിരുന്നു, വിശക്കാൻ പറ്റുന്ന ഒരു ശരീരമായിരുന്നു. ഓക്കെ, അപ്പൊ ദൈവത്തിന്റെ പ്രസാദം മാത്രമല്ല, മനുഷ്യന്റെ പ്രസാദവും അവൻ വാങ്ങിയിരുന്നു. എല്ലാ മനുഷ്യരെയും പോലെ അവൻ ഒരു കുഞ്ഞിനെ പോലെ ജനിച്ച് കുഞ്ഞു വളർന്നു വലുതായി ഒരു മനുഷ്യനായി തന്നെ കാണപ്പെട്ടു. ആ ലിമിറ്റേഷൻ കർത്താവിനുണ്ടായിരുന്നു. വെൻ ഹി വാസ് എ ചൈൽഡ് ഹി നീഡഡ് ടു ബി നഴ്സ്ഡ്. ഓക്കെ, ദൈവമാണ്, മനുഷ്യരൂപത്തിലാണ്, പക്ഷെ മനുഷ്യന്റെ ശരീരത്തിന്റെ എല്ലാ ലിമിറ്റേഷൻസും ഉണ്ടായിരുന്നു. അവൻ വിശന്നിരുന്നു, ദാഹിച്ചു, നമുക്കറിയാം.
ദൂതന്മാർ വന്ന് കർത്താവിനെ ശുശ്രൂഷിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ യേശുക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ലിമിറ്റേഷൻ ഉണ്ട്, ക്രൂശീകരണത്തിൽ നമുക്ക് കാണാൻ പറ്റും. അനേക സ്ഥലങ്ങളിൽ നമുക്ക് എന്താ കർത്താവ് തന്നെ പറയുന്നുണ്ട്, നീ എന്നെ തൊട്ടു നോക്ക്, എന്റെ അസ്ഥി നോക്ക്, അല്ല നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഒരിടത്ത് പറയുന്നുണ്ട്, ലൂക്കോസിന്റെ സുവിശേഷത്തിലാണെന്ന് തോന്നുന്നു, എന്റെ കൈയും എന്റെ കാലും നിങ്ങൾ നോക്ക്, ഇത് ഞാൻ തന്നെയാണ്, എന്നെ തൊട്ടു നോക്ക്. ഒരു ആത്മാവിന് മാംസവും അസ്ഥിയും ഇല്ലല്ലോ എന്ന് കർത്താവ് പറയുന്നുണ്ട് ശിഷ്യന്മാരോട്. അതിനർത്ഥം എന്താണ്? യേശുക്രിസ്തു ഇങ്ങനെ ചുമ്മാ കാണപ്പെട്ടതല്ല, അവൻ അസ്ഥിയും മാംസവുമുള്ള ഒരു മനുഷ്യൻ തന്നെ ആയിരുന്നു എന്ന് അവിടെ ശിഷ്യന്മാരോട് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു സ്പിരിറ്റ് ആയിരുന്നില്ല കർത്താവ്, ശരീരമുണ്ടായിരുന്നു. ഓക്കെ. അതുപോലെ തന്നെ പുനരുത്ഥാനത്തിന് ശേഷവും കർത്താവ് ശരീരത്തോടെ വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇറ്റ് വാസ് എ ബോഡിലി റിസറക്ഷൻ. അവിടെ ഫുഡ് കഴിക്കും നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് അപ്പവും മീനും കഴിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 24 അവസാനത്തെ അധ്യായത്തിൽ നമ്മൾ അങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വവും ശരീരത്തിന്റെ ലിമിറ്റേഷനുമാണ് നമ്മൾ കാണുന്നത്. കർത്താവിന് ഒരു മൈൻഡ് ഉണ്ടായിരുന്നു, നമുക്കറിയാം. മൈൻഡും ആത്മാവും പെർഫെക്റ്റ് യുണൈസണിലായിരുന്നു, പക്ഷെ മൈൻഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ കർത്താവ് ജ്ഞാനത്തിൽ വളർന്നു വന്നു എന്ന് പറയുന്നത്. ജ്ഞാനത്തിൽ വളർന്നു വരണമെങ്കിൽ എന്തുണ്ടാകണം? ഒരു ഹ്യൂമൻ മൈൻഡാണ് ജ്ഞാനത്തിൽ വളർന്നു വരുന്നത്. ജീസസ് ഹാഡ് എ ഹ്യൂമൻ മൈൻഡ് ആൻഡ് എ ഹ്യൂമൻ ബോഡി. ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 26 പറയുന്നത്, എന്റെ സോള് വളരെയധികം ദുഃഖിച്ചിരിക്കുന്നു, മരണകരമായ ആങ്സൈറ്റി എന്റെ മേൽ വന്നിരിക്കുന്ന കർത്താവ് പറയുന്നത്, ദാറ്റ് ഹാപ്പൻഡ് ഇൻ ദാറ്റ് ഹ്യൂമൻ സോൾ. അപ്പം കർത്താവിന് ഹ്യൂമൻ ബോഡി ആങ്സൈറ്റി ഉണ്ടാകുന്ന ഒരു മൈൻഡ് ഉണ്ടായിരുന്നു, വേദനിക്കുന്ന കരയുന്ന ഒരു മൈൻഡ് ഉണ്ടായിരുന്നു. ഹിസ് മൈൻഡ് കുഡ് എക്സ്പ്രസ് ഇമോഷൻസ് ലൈക്ക് എ ഹ്യൂമൻ ബീയിങ്. അപ്പൊ ദൈവത്തിന്റെ സദൃശ്യത്തിൽ തന്നെയാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഗോഡ് ഓൾസോ ഹാസ് ഇമോഷൻസ്, ജസ്റ്റ് ലൈക്ക് ദാറ്റ് ക്രൈസ്റ്റ് ഓൾസോ ഷോസ് ഹ്യൂമൻ ഇമോഷൻസ്. ഹ്യൂമൻ സോൾ ഈസ് എവിഡന്റ് ഇൻ ക്രൈസ്റ്റ്. ഓക്കെ. അദ്ദേഹത്തെ എല്ലാ ഹ്യൂമൻ എമോഷൻസും കർത്താവിൽ നമുക്ക് കാണാൻ പറ്റും. അത്ഭുതപ്പെടുന്നുണ്ട്, കരയുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള അനേകം കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഒരു മനുഷ്യൻ പറയുന്ന പോലെ തന്നെ, പിന്നെ എബ്രായ ലേഖനത്തിൽ നമ്മൾ പ്രധാനപ്പെട്ട ഒരു വാക്യം കണ്ടത്, ഹി ലേൺഡ് ഒബീഡിയൻസ് ത്രൂ സഫറിങ് എന്നുള്ളതാണ്. അനുസരണം പഠിച്ചു, ഒരു മനുഷ്യനെ പോലെ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. ആസ് ഇഫ് there was something lacking in him. He didn't lack anything, but he made himself perfect for us. അപ്പൊ ഇതെല്ലാം നമ്മുടെ രക്ഷയുടെ ഒരുക്കങ്ങളാണ്. ഇതെല്ലാം ദൈവവും മനുഷ്യനുമായിട്ട് ദൈവപുത്രൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു, വചനം ജഡമായി തീരുന്നു. ഈ വചനം നമുക്ക് രക്ഷാകാരണമായി മാറുന്നത് ആ ഒരു യുണീക്ക് ആയിട്ടുള്ള ദൈവത്തിന്റെ ഇടപെടൽ, ഒരു സൂപ്പർ നാച്ചുറൽ ബർത്ത് ആൻഡ് ബ്രിങ്ങിങ് അപ്പ് ഓഫ് ക്രൈസ്റ്റ് ഇൻ പെർഫെക്റ്റ് ഹ്യൂമാനിറ്റി ആൻഡ് ഡിവിനിറ്റി. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശ കാര്യമാണ്. ഓക്കെ. അപ്പൊ യേശുക്രിസ്തുവിന് ആ ഒരു എന്താ പറയുന്നത്, ആ കഷ്ടതകളിലൂടെ തികഞ്ഞവനാകേണ്ടത് ആവശ്യമായിരുന്നു എന്ന് എബ്രായ ലേഖനത്തിൽ പറയുന്നു. ഇറ്റ് ഷോസ് ദാറ്റ് ഹി വാസ് പെർഫെക്റ്റ്ലി ഹ്യൂമൻ. ദൈവത്തിന് ഒരിക്കലും പെയിൻ, കഷ്ടത ശരീരത്തിൽ അനുഭവിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കർത്താവ് തീരുമാനിച്ചാൽ സാധിക്കും, കാരണം കർത്താവിന് തീരുമാനിക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. ബട്ട് സഫറിങ് ആൻഡ് പെയിൻ ഈസ് ഓൾവേസ് സംതിങ് ദാറ്റ് ഹാപ്പൻസ് ടു ഹ്യൂമൻ ബീയിങ്സ്. ഓക്കെ. അപ്പൊ നമ്മുടെ വേദനകൾ അവൻ ചുമന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഹി സഫേർഡ് ആസ് എ ഹ്യൂമൻ ബീയിങ്. മനുഷ്യനുണ്ടാകുന്ന വേദനകളാണ് അവൻ അനുഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ യേശുക്രിസ്തുവിന്റെ അടുത്ത് ചെന്നിട്ടുള്ള ആളുകൾ ഒരിക്കലും കർത്താവിനെ ദൈവമായിട്ട് കണ്ടില്ല, മനുഷ്യനായിട്ടാണ് കണ്ടത്. കാരണം അവരുടെ മുമ്പിൽ, അതുകൊണ്ടാണ് ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നത്, അവൻ ദൈവരൂപത്തിലായിരിക്കെ തന്നെ കാഴ്ചയിൽ മനുഷ്യനായിട്ടാണ് കണ്ടത്. അതിനർത്ഥം കർത്താവ് ഒരു ഫോം ആയിരുന്നല്ല, മനുഷ്യർക്ക് മനുഷ്യനായി തന്നെയാണ് കർത്താവ് വെളിപ്പെട്ടത്. ആ 33.5 വർഷക്കാലവും അവസാനം കർത്താവ് പരസ്യ ശുശ്രൂഷ ചെയ്ത 3.5 വർഷക്കാലവും ദൈവമായിരിക്കെ തന്നെ ഹി അപ്പിയർഡ് ആസ് എ മാൻ ടു എവരി വൺ. ഒരാൾ പോലും അവനെ ദൈവമായിട്ട് കണ്ടില്ല. ആകെ കണ്ടത് മറുരൂപ മലയിൽ വെച്ചാണ്. ഈ മറുരൂപ മലയിലെ ശിഷ്യന്മാർ കണ്ട കാഴ്ച അത് ഒരു വലിയ മിറക്കിളാണ്. അതായത് ആ ഒരു കാഴ്ച പത്രോസിന്റെ ലൈഫില് ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടാക്കി. പക്ഷെ വിസിബിളി ഒന്നും മാറിയതായിട്ട് നമ്മൾ കാണുന്നില്ല. പക്ഷെ പത്രോസ് അവസാനം പറയുന്നുണ്ട്, പത്രോസിന്റെ ലേഖനത്തില്, ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികളാണ്. അവന്റെ മഹിമ ഞങ്ങൾ ആ പർവ്വതത്തിൽ വെച്ച് കണ്ടിട്ടുണ്ട്, ഇത് ഭയങ്കരമായിരുന്നു. അപ്പോൾ ദൈവം ഒരു നിമിഷത്തേക്ക്, പിതാവ് എന്ത് ചെയ്തു, ഈ മനുഷ്യൻ എന്നുള്ളത് മാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അപ്പിയറൻസ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് പറയത്തക്ക രീതിയിൽ
ദൈവികമായ ഒരു മഹത്വം അവനെ അണിയിച്ചിട്ട് ആ ശിഷ്യന്മാരുടെ മുമ്പിൽ കർത്താവ് ആരാണെന്ന് വെളിപ്പെടുത്തി കൊടുത്തു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിൻ, ഇവൻ പറയുന്ന കേൾക്കുവിൻ എന്ന് ഈ ശിഷ്യന്മാരോട് വളരെ ശക്തമായിട്ടുള്ള ശബ്ദം സ്വർഗത്തിൽ നിന്നുണ്ടായി. അപ്പോൾ ആ ഒരു മറുരൂപമല എക്സ്പീരിയൻസ് കർത്താവിൻ ഗ്ലിംസസ് ഓഫ് ഡിവിനിറ്റി വൈൽ ഹി വാസ് സ്റ്റിൽ ഇൻ ദിസ് എർത്ത്, മനുഷ്യനായി വെളിപ്പെടുമ്പോൾ തന്നെ ഈ ദൈവത്വം വെളിപ്പെടുത്തുന്ന ചില വാക്യങ്ങളാണ് ഇതെല്ലാം. എല്ലാ ദുരുപദേശങ്ങളിലും ഒരു ക്രിസ്റ്റോളജിക്കൽ ഹെർസി ഉണ്ട്. മെയിൻ ചീഫ് ദുരുപദേശങ്ങളിലെല്ലാം ഒരു ക്രിസ്റ്റോളജിക്കൽ ഹെർസി ഉണ്ട്. ഞാനത് അത്ഭുതത്തോടെ നോക്കിയിട്ടുണ്ട്. ഈ കരിസ്മാറ്റിക്കിന് വഴിതെറ്റിപ്പോയ ഒരു കരിസ്മാറ്റിക് പ്രസ്ഥാനം ഉണ്ട്, നമ്മളിടെ തന്നെ ഉണ്ട്. ദൈവത്തിന്റെ ആത്മാവിന്റെ കൃപാവരങ്ങൾ എന്ന് പറയുന്ന ആ ഒരു തലത്തിൽ വഴിതെറ്റിപ്പോയവർ. നിങ്ങൾക്കറിയാം, അവർക്ക് വളരെ ബലഹീനമായ ഒരു ക്രിസ്റ്റോളജി ഉള്ളത്. ക്രിസ്തുവിനെ കുറിച്ചുള്ള അവരുടെ ഇംപ്രഷൻ വളരെ മോശമാണ്, വളരെ ലിമിറ്റഡാണ്. ദേ വിൽ നെവർ ഗ്ലോറിഫൈ ക്രൈസ്റ്റ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? ഈ കരിസ്മാറ്റിക് മൂവ്മെന്റുകളുടെ ഒരു പ്രത്യേകത, ദേ ഡോണ്ട് മൈൻഡ് ക്രൈസ്റ്റ് എന്നുള്ളതാണ്. ദേ ആർ നോട്ട് ക്രൈസ്റ്റ് സെൻട്രിക്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ക്ഷീണം. ബിക്കോസ് ഇറ്റ് ഷോസ് ദാറ്റ് ദ സ്പിരിറ്റ് ഈസ് നോട്ട് ഫ്രം ഗോഡ്. കാരണം യേശു ക്രിസ്തുവിനെ ഗ്ലോറിഫൈ ചെയ്യാത്ത ഒരാത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. നിത്യതയിലേക്ക് നമ്മളെ നടത്താത്ത ഒരാത്മാവും ദൈവത്തിന്റെ അല്ല. യു ഗോ ടു എ ചർച്ച്, സിറ്റ് ദേർ, യു ഡോണ്ട് ലിസൺ ടു എനിത്തിങ് റിഗാർഡിംഗ് ക്രൈസ്റ്റ്. വീക്ക് ആഫ്റ്റർ വീക്ക് യു ആർ നോട്ട് കിൻഡിൽഡ് ഇൻ യുവർ സ്പിരിറ്റ് ടു ലുക്ക് അൺ ടു ദ എറ്റേണൽ ഗ്ലോറി. അതൊരു ഹെറസിയായിട്ട് ഒരു പ്രൊനൗൺസ് ചെയ്യുന്നില്ലെങ്കിലും that's a practical heresy to it's a practical heresy to avoid Christ from the centrality of the worship service. ഇത് ഈ ക്രിസ്തു നിഷേധം അല്ലെങ്കിൽ ക്രിസ്തുവിനെ ട്രിവിയലൈസ് ചെയ്യുന്ന ക്രിസ്റ്റോളജി നിങ്ങൾക്കറിയാമോ? ഈ ബെന്നിഹിനിന്റെ പല പ്രസംഗങ്ങളിലും ഞാനത് പണ്ട് ഞാൻ ബൈബിൾ കോളേജ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ വന്നിട്ടുള്ള ഈ ക്രിസ്തു നിഷേധം എന്ന് പറയാൻ പറ്റത്തില്ല, ക്രിസ്തുവിനെ നിസാരമാക്കുന്ന പ്രസ്താവനകൾ, നമ്മളെല്ലാം ക്രിസ്തുക്കളാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രസ്താവനകൾ, ഈ അത്ഭുതങ്ങൾ ചെയ്യാൻ വേണ്ടിയാ. അപ്പൊ യേശുക്രിസ്തു ഭയങ്കര അത്ഭുതം ചെയ്തു, അതിനേക്കാൾ അത്ഭുതം ചെയ്യുന്ന ബെന്നി, അതിനേക്കാൾ അത്ഭുതം ചെയ്യുന്ന ഇന്ന. ഇപ്പൊ കർത്താവ് പറഞ്ഞിട്ടുള്ളൂ, ഞാൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ചെയ്യും. അപ്പം ഇത് ഓരോരോ വ്യക്തികൾ അങ്ങ് ഏറ്റെടുത്തിരിക്കുക. അപ്പൊ ഓരോരോ വ്യക്തികൾ അതങ്ങ് ഏറ്റെടുത്തിട്ട് ഈ ക്രിസ്തു അവരെ പോലെ ഒരാൾ, അല്ലെങ്കിൽ അവരുടെ അത്രയും ചെയ്യാൻ പറ്റാത്ത ഒരാൾ, വെറും 3.5 വർഷക്കാലം മാത്രം ജീവിച്ച് ഒരു ലിമിറ്റഡ് സ്ഥലത്ത് മാത്രം നടന്നു അലഞ്ഞിരിഞ്ഞ് സംഭവിച്ചു 12 ശിഷ്യന്മാരെ പോലും കൂടെ നിർത്താൻ പറ്റാത്ത ക്രൂശിന്റെ സമയത്ത് അവർ നോക്കുമ്പോൾ ബലഹീനനായ ക്രിസ്തു. ഇവിടെ അറിയാമോ, ഇവിടെ ഒരു വലിയ ദുരുപദേശകൻ, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ദുരുപദേശം എനിക്ക് പ്രസംഗിച്ചതാണ്, ക്രൂശിതനായ ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾ പറയരുത്, അതൊരു ശാപമാണ്. ദാറ്റ്സ് ദ ഹെറസി, ദാറ്റ്സ് ദ ലെവൽ ഓഫ് ഹെറസി ദാറ്റ് ദീസ് പീപ്പിൾ ക്രിയേറ്റ്. ആർക്കൊരു വിഷമവും ഇല്ല. കാരണം ഇത് നിങ്ങൾ എവിടെ നോക്കിയാലും ഒരു ദുരുപദേശ കൾട്ടിനകത്ത് ദർ ഇസ് എ ക്രിസ്റ്റോളജിക്കൽ ഹെറസി. ആ ക്രിസ്റ്റോളജിക്കൽ ഹെറസി ഇല്ലാതെ ഒരു ദുരുപദേശം ഉണ്ടാകാൻ പ്രയാസമാണ്. അത് എന്ത് ദുരുപദേശമായാലും, ഇവ പ്രവൃത്തികളൊന്നും ആലോചിക്കുക, പ്രവൃത്തി സുവിശേഷം, ദർ ഇസ് എ ക്രിസ്റ്റോളജിക്കൽ ഹെറസി. ബിക്കോസ് ക്രൈസ്റ്റ് ഈസ് നോട്ട് ഇനഫ് ടു സേവ് യു, ഹിസ് ബ്ലഡ് ഡസ് നോട്ട് ക്ലെൻസ് യു കംപ്ലീറ്റ്ലി, യുവർ വർക്ക് ഈസ് വാട്ട് ഗിവ്സ് യു ഹെവൻ എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും ക്രൈസ്റ്റ് റോൾ ആസ് എ ഹൈ പ്രീസ്റ്റ് ആൻഡ് ആസ് എ പ്രോഫറ്റ് and as our savior is limited. അപ്പൊ ഇവിടെ എല്ലാം ഒരു ക്രിസ്തുവിനെ ടച്ച് ചെയ്യാതെ ഒരു ദുരുപദേശം പ്രസംഗിക്കാൻ പറഞ്ഞാൽ അസാധ്യമാണ്. ഇപ്പൊ ദൈവത്തിന്റെ ആത്മാവ് എപ്പോഴും ക്രിസ്തുവിനെ, അതുകൊണ്ടാണ് ഈ ക്രിസ്റ്റോളജി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമായിരിക്കുന്നത്. We need to be Christ-centric because this is the offer of salvation that the Lord has given us. അപ്പൊ എവിടെ നോക്കിയാലും, ഏത് ചർച്ചിൽ നോക്കിയാലും, you should vet that church's doctrines by allowing it to pass through this Christological lens. അത് ഫിറ്റ് ആവുന്നുണ്ടോ, അവിടെ എഗ്രി ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. We need to vet every church of its doctrines. Okay. അപ്പോൾ ഇവിടെ കാണുന്നത് കർത്താവിന്റെ അടുത്ത് വന്നവരെല്ലാം എന്താ കണ്ടത്? ഒരു മനുഷ്യനെയാണ് കണ്ടത്. ദൈവമായിരിക്കെ തന്നെ he appeared like a man. അപ്പോൾ ഒരു സാധാരണ മനുഷ്യനെ പോലെ അല്ലാതെ ആരായിട്ടും ചുറ്റുമുള്ളവർ ആരും കണ്ടില്ല. നമുക്കറിയാം, കർത്താവിനെ കാണുമ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യാസം, നമ്മൾ നടക്കുമ്പോൾ തലയ്ക്ക് പുറകിൽ ഒരു ഹാലോ, ഒരു ലൈറ്റ് അടിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഈ പരീശന്മാരും ശാസ്ത്രിമാരും എല്ലാം കർത്താവിനെ ക്രൂശിക്കുമായിരുന്നു? ഒരിക്കലും ഇല്ല. അതുകൊണ്ട് അവർ തേജസ്സിന്റെ ക്രിസ്തുവിനെ ക്രൂശിക്കില്ലായിരുന്നു. അവർ കണ്ടിരുന്നെങ്കിൽ. അവിടെ പറയുന്നത്, ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരുത്തിന്റെ ഹൃദയം തോന്നിയിട്ടില്ല. അങ്ങനെ കണ്ടിരുന്നെങ്കിൽ അവർ
മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവർ ഒരിക്കലും തേജസിന്റെ ക്രിസ്തുവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. അവർ കണ്ടിട്ട് ഒരു സാധാരണ മനുഷ്യൻ വന്നിട്ട് ഞാൻ കർത്താവാണ്, നിങ്ങളെ രക്ഷിക്കാൻ വന്നതെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റിയില്ല. ദേ കുഡ് സീ ഹിം ഓൺലി ആസ് എ ഹ്യൂമൻ ബീങ്. ദാറ്റ് വാസ് ദ പെർഫെക്ഷൻ ഓഫ് ദാറ്റ് ഇൻകാർണേഷൻ. അപ്പോൾ അവരെന്ത് ചെയ്തു? പാപം ചെയ്തു. ഓക്കെ, അപ്പോൾ മൂന്നാമതൊരു കാര്യം നമ്മൾ കർത്താവിന്റെ ഹ്യൂമാനിറ്റി ആയിട്ട് ബന്ധിപ്പിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് കർത്താവിന്റെ നിഷ്പാപത്വം. ഈ നിഷ്പാപത്വം എന്ന് പറയുന്നത് ദൈവികമായിട്ട് ബന്ധപ്പെട്ടതാണോ മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ടതാണോ? അത് ദൈവമായിട്ട് ബന്ധപ്പെട്ടതുമാണ്, മനുഷ്യനായിട്ട് ബന്ധപ്പെട്ടതുമാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻ ബീയിങ്സ് ക്യാൻ ലിവ് വിത്തൗട്ട് സിന്നിങ്. പാപം ചെയ്യാതെ, പാപം ഉള്ളിലില്ലാതെയും മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റും. ഹ്യൂമൻ ബീങ്, തെറ്റിദ്ധരിക്കരുത്, മുഴുവൻ കേൾക്കണം. ഹ്യൂമാനിറ്റി ഈസ് നോട്ട് ഇൻകോമ്പാറ്റിബിൾ വിത്ത് സിൻലെസ്നെസ്. മനുഷ്യത്വം എന്ന് പറയുന്നത് പാപം ഇല്ലായ്മയെ എതിർക്കുന്നില്ല. ദാറ്റ് മീൻസ് വൺ ഡേ മനുഷ്യനായ ഞാൻ പാപമില്ലാതെ ജീവിക്കും. ഏദൻ തോട്ടത്തിൽ ആദവും പാപമില്ലാതെ ജീവിച്ചിരുന്നു. അപ്പോൾ ഒരു മനുഷ്യനാണ് എന്ന് വിചാരിച്ച് പാപം ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമ്മൾ അടിമകളായി പോയതുകൊണ്ടാണ് നമ്മൾ ഈ പാപം ചെയ്യുന്നത്. എന്നാൽ ആ അടിമത്തത്തിൽ നിന്ന് നമ്മൾ ശാരീരികമായും കൂടെ വിടുവിക്കപ്പെട്ടാൽ, തേജസ്കരിക്കപ്പെട്ടാൽ, ശരീരത്തിൽ വസിക്കുന്ന പാപവും കൂടെ എടുത്തു മാറ്റപ്പെട്ടാൽ എ മാൻ ക്യാൻ ബി സിൻലെസ്. അപ്പൊ ആദമിൽ നിന്ന് വരാത്ത ക്രിസ്തുവിന്റെ സിൻലെസ്നെസ് shows us that he was a perfect human being without sin in him. ഉയരത്തിൽ നിന്ന് വന്നിട്ടുള്ളവൻ എന്നുള്ള നിലയിൽ അവന്റെ ഉള്ളിലും പാപം ഉണ്ടായിരുന്നില്ല, പാപചിന്തകളാൽ പരീക്ഷിക്കപ്പെട്ടിരുന്നുമില്ല. Because he was God and he came from above and he appeared as a man and he was truly human being but he was sinless. അപ്പോൾ പാപമില്ലായിരുന്നു എന്നുള്ളത് ബൈബിളിൽ പല പ്രാവശ്യം ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഈ പാപം ചെയ്തില്ല എന്ന് പറയുന്നതും പാപമില്ല എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഓക്കെ, അത് രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ക്രിസ്തുവിൽ പാപമില്ലായിരുന്നു എന്ന് പറയുന്നത് ക്രിസ്തു പാപം ചെയ്തില്ല എന്ന് പറയും. ഇന്ന് പല ചർച്ചകളിലും ക്രിസ്തു പാപം ചെയ്തില്ല എന്ന് പറയുന്നുണ്ട്, പക്ഷെ ക്രിസ്തുവിൽ പാപചിന്തകളില്ലായിരുന്നു എന്ന് പറയുന്നില്ല. കാരണം പല ചർച്ചകളും പറയുന്നത് അങ്ങനെ ഒരു പാപചിന്ത വന്ന് അതിനെ തോപ്പിച്ചാലല്ലേ നമുക്കൊരു മാതൃകയാവുകയുള്ളൂ എന്നാണ്. അതിന്റെ ആവശ്യമില്ല എന്നാണ് ബൈബിൾ പറയുന്നത്. കാരണം നമുക്കതിന്റെ വിശദമായ വാക്യങ്ങൾ പിന്നീട് ഈ യേശുക്രിസ്തുവിന്റെ അനുസരണം എന്ന വിഷയത്തിലേക്ക് വരുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കും. ഹി വാസ് പെർഫെക്റ്റ്ലി സിൻലെസ്. നമ്മൾ ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷൻ ബൈബിൾ, കിങ് ജെയിംസ് ബൈബിൾ അല്ലെങ്കിൽ മലയാളം ബൈബിൾ വായിക്കുമ്പോൾ അത് വളരെ വ്യക്തമാണ്. ഹി വാസ് ടെംപ്റ്റഡ് ഇൻ എവറി വേ ആസ് വി വെയർ യെറ്റ് വിത്തൗട്ട് സിൻ. പാപം കൂടാതെ പരീക്ഷിക്കപ്പെട്ടു. അതാണ് ESV ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. NIV-യിലാണ് ഹി ഡിഡ് നോട്ട് സിൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഡിഡ് നോട്ട് സിൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പാപചിന്ത ഉണ്ടായി, ചെയ്തില്ല, പിടിച്ചു നിന്നു. ഇത് ഹെർട്ടിക്കലാണ്. ക്രൈസ്റ്റ് ഡിഡ് നോട്ട് എന്റർടൈൻ സിൻ ഇൻ ഹിം. അതുകൊണ്ട് സാത്താൻ എപ്പോഴും വെളിയിൽ വന്നാണ് കർത്താവിനെ പരിശോധിച്ചുകൊണ്ട്. ഒരിക്കലും അകത്തുനിന്നായിരുന്നില്ല കർത്താവിന്റെ പ്രലോഭനങ്ങൾ, എപ്പോഴും വെളിയിൽ നിന്നായിരുന്നു. So he was not tempted within himself. He was tempted from outside. So the devil had to come in person to tempt him because he was sinless. അപ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് എന്തിനാ പിന്നെ ഈ പിശാച് കഷ്ടപ്പെട്ടതെന്ന്? ഇത് ദൈവപുത്രനാണ് സാത്താൻ അറിയാം, പാപം ചെയ്യൂല എന്നും അറിയാം, പിന്നെ എന്തിനാണ് സാത്താൻ കഷ്ടപ്പെട്ടത്? എന്ത് പറയാനുണ്ട്? ഈ സാത്താന്റെ മുമ്പിലേക്ക് പരിശുദ്ധാത്മാവ് തന്നെ വിട്ടത്. എന്തിനാ വിട്ടത്? സാത്താനെ നീ നോക്ക്, പാപം ചെയ്യുന്നോ നോക്കാം എന്ന് പറഞ്ഞൊരു പരീക്ഷണത്തിന് വിട്ടതല്ല. അവൻ ആത്മപൂർണനായി നമ്മൾ സാത്താനെ തോപ്പിക്കാൻ വേണ്ടി നമ്മുടെ പ്രതിനിധിയായിട്ടാണ് ഈ സാത്താനോട് യുദ്ധം ചെയ്യാൻ പോകുന്നത്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, സാത്താന്റെ മേൽ നമുക്ക് വിക്ടറി വേണം. കാരണം ഹീസ് ദ സെക്കൻഡ് ആഡം. ആദ്യത്തെ ആഡം സാത്താന്റെ മുമ്പിൽ തോറ്റുപോയ ആളാണ്. രണ്ടാമത്തെ ആദമായ ക്രിസ്തു നമ്മുടെ തലയാണ്. അപ്പൊ തല എന്ത് ചെയ്യണം? ഈ സാത്താനെ തോപ്പിക്കണം. So it's a long journey for Christ from the day of baptism to the cross. രണ്ടാമത്തെ കാര്യം, യേശുക്രിസ്തു പാപം ചെയ്യുവോ ഇല്ലയോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി അല്ല കർത്താവിന് ഉണ്ടായ പ്രലോഭനങ്ങൾ, പരീക്ഷണങ്ങൾ. പാപം ചെയ്യില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ്. രണ്ടു തരത്തിൽ നമുക്ക് പരീക്ഷിക്കാം. ചിലപ്പോൾ നമ്മൾ പറയല്ലേ, ഇത് ഈ ഗ്ലാസ് പൊട്ടാത്ത ഗ്ലാസ്സാണ്,
അപ്പൊ നമ്മൾ എറിഞ്ഞു കാണിക്കുന്നത് എന്തിനു വേണ്ടിയാ? പൊട്ടുമെന്ന് നോക്കാൻ വേണ്ടിയല്ല, പൊട്ടില്ലാന്ന് കാണിക്കാൻ വേണ്ടിയല്ലേ? ആ, അപ്പൊ ശരിക്കും പൊട്ടുമോ നോക്കാൻ വേണ്ടി ആരെങ്കിലും വില കൂടിയ സാധനം എറിഞ്ഞു കളയോ? എറിഞ്ഞു കാണിക്കോ? ഇല്ല, ഒരിക്കലും കാണിക്കില്ല. ഇത് ഷോക്ക് പ്രൂഫാണ്. നമുക്കൊന്ന് എറിഞ്ഞു നോക്കാം ആരെങ്കിലും പറയും. അത് ഉറപ്പില്ലെങ്കിൽ പറയും. അപ്പൊ കർത്താവിനെ സാത്താനെ പരീക്ഷിക്കപ്പെടാൻ വേണ്ടി വിടുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഒരിക്കലും വീടില്ലാത്തതുകൊണ്ടാണ് വിട്ടത്. നമ്മളെ രക്ഷിക്കാൻ ഈ കുഞ്ഞാട് മതി. ഈ കുഞ്ഞാട് ഊനമില്ലാത്തതാണ്, അവനിൽ പാപം ഒട്ടുമില്ല എന്ന് തെളിഞ്ഞു. ആരുടെ മുമ്പിൽ തെളിഞ്ഞു? അപ്പൊ യാഗം അർപ്പിക്കാൻ പോകുമ്പോൾ ഈ കുഞ്ഞാടിന് ഊനമില്ല എന്ന് തെളിയേണ്ടത് ആവശ്യമാണ്. അപ്പൊ ഊനം ഉണ്ടാകുമോ എന്ന് അറിയാൻ വേണ്ടിയല്ല, ഊനമില്ല എന്ന് തെളിയാൻ വേണ്ടിയാണ് ആ പരീക്ഷണങ്ങളിലൂടെ കർത്താവ് നടത്തുന്നത്. ആത്മാവ് തന്നെയാണ് നടത്തുന്നത്. അപ്പൊ സാത്താൻ പരീക്ഷിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഊനമില്ല എന്ന് തെളിയിക്കാൻ സാത്താൻ നിർബന്ധിതനാവുകയാണ്. ആത്മാവാണ് അങ്ങോട്ട് കർത്താവിനെ പറഞ്ഞു വിടുന്നത്. അപ്പോ ഇതിനകത്ത് ഈ സാത്താൻ എന്ന് പറയുന്ന സാധനത്തിന് എന്താ പറയുന്നത്, ഈ യേശുക്രിസ്തുവിനെ വീഴിക്കാനൊന്നും പറ്റിയാലും ഒരൊറ്റ വാക്ക് തിരിഞ്ഞ് കൽപ്പിച്ചാൽ സാത്താന്റെ പൊടി പോലും കാണുകയില്ല. പക്ഷെ കർത്താവ് അവിടെ എന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് എന്റെ പരീക്ഷണങ്ങളെ കർത്താവ് അവിടെ ജയിക്കുമായിരുന്നു. ഹി സബ്മിറ്റഡ് ഹിംസെൽഫ് ടു ദാറ്റ് എക്സാമിനേഷൻ ആൻഡ് ഹി പാസ്ഡ് ആൻഡ് ഹി വുഡ് പാസ്. കാരണം വേറൊരാൾക്കും നമ്മളെ രക്ഷിക്കാൻ സാധിക്കില്ലായിരുന്നു. ആരായാലും അവിടെ വീണു പോകുമായിരുന്നു. ബട്ട് ക്രൈസ്റ്റ് ഡിഡ് നോട്ട്, ബിക്കോസ് ഹി കുഡ് നോട്ട് ആൻഡ് ഹി വുഡ് നോട്ട്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിനെ കുറിച്ച് കൂടുതൽ ധ്യാനിക്കുവാൻ ഈ അടുത്ത ദിവസങ്ങളിൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. വിൽ കണ്ടിന്യൂ, ഗോഡ് വില്ലിംഗ്.